നമ്മുടെ രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടമാണിത്. അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. നിർഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായാണ് അപലപിച്ചത്. ആ ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന അഭിപ്രായവും രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഉയർന്നു വന്നു. ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ അയൽ രാഷ്ട്രം പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുവെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്ക് തുടരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദചിന്തകളും മറന്ന് ഇന്ത്യക്കാരെന്ന നിലക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ്. മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി അണിനിരക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം അയവ് വരുന്ന മട്ടല്ല കാണുന്നത്, കുറച്ചുകൂടി മുറുകി വരുന്ന ഒരു ഘട്ടമായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഔചിത്യപൂർണമാണോ എന്നൊരാലോചന ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന മന്ത്രിസഭാ യോഗം നടത്തുകയുണ്ടായി. അപ്പം ഞങ്ങളതിൽ കണ്ടത് ഈ ഘട്ടത്തിൽ നമുക്ക് തുടരേണ്ടതില്ല എന്നാണ്. പക്ഷേ ഇന്ന് ഉച്ചക്കെടുത്ത തീരുമാനം അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രയാസത്തിലാകുമെന്നുള്ളത് കൊണ്ടാണ് ആ ഘട്ടത്തിൽ പറയാതിരുന്നത്. ഇന്നിവിടെ വെച്ച് പറയാമെന്നാണ് കണക്കാക്കിയത്. ഇതിന് ശേഷമുള്ള ഇനി 6 ജില്ലകളിലെ പരിപാടിയുണ്ട്. അത് തൽക്കാലം മാറ്റിവെക്കുകയാണ്. മറ്റൊരു